യേശുവിൻ്റെ ജനനകഥ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു മൂലക്കല്ലാണ്. പ്രത്യാശയെയും ദൈവസ്നേഹത്തെയും പുരാതന പ്രവചനത്തിൻ്റെ പൂർത്തീകരണത്തെയും പ്രതീകപ്പെടുത്തുന്നു. 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് നസ്രേത്ത് എന്ന ചെറിയ പട്ടണത്തിൽ മറിയം എന്ന യുവതിക്ക് ചരിത്രത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുന്ന ഒരു ദിവ്യ സന്ദേശം ലഭിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം അനുസരിച്ച് ജോസഫുമായി വിവാഹനിശ്ചയം കഴിഞ്ഞ ഒരു യഹൂദ സ്ത്രീയായ മറിയയ്ക്ക് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ദൂതൻ അവളോട്, മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശുവെന്ന് പേരിടണം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 30-31 വാക്യം. പ്രഖ്യാപനം എന്നറിയപ്പെടുന്ന ഈ സംഭവം യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അത്ഭുതകരമായ കഥയുടെ തുടക്കം കുറിച്ചു. മറിയയുടെ പ്രതികരണം വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ഒന്നായിരുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 38. ദൈവത്തിൻ്റെ ദിവ്യ ഉദ്ദേശത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവൾ അവൻ്റെ പദ്ധതി സ്വീകരിച്ചു. ആ സമയത്ത് സീസർ അഗസ്റ്റസിൻ്റെ ഒരു കൽപ്പന പ്രകാരം എല്ലാവരും അവരവരുടെ പൂർവീയ പട്ടണങ്ങളിലേക്ക് മടങ്ങണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സെൻസസ് നടത്താൻ ഉത്തരവിട്ടു. ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് മറിയയോടൊപ്പം നസ്രേത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക് യാത്ര ചെയ്തു. ഏകദേശം 70 മൈൽ ദൂരം. മശിഹ ദാവീദിൻ്റെ നഗരമായ ബെത്ലഹേമിൽ ജനിക്കുമെന്ന് പുരാതന പ്രവചനം നിറവേറ്റി. മീക 5:2. അവർ ബെത്ലഹേമിലെത്തിയപ്പോൾ അവർക്ക് താമസ സൗകര്യങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താനായില്ല. രാജാക്കന്മാരുടെ രാജാവിന് അനുയോജ്യമായ ഒരു പശ്ചാത്തലത്തിൽ മറിയം യേശുവിനെ ഒരു എളിമയുള്ള പുൽത്തൊട്ടിലിൽ പ്രസവിച്ചു. ഈ ലളിതമായ രംഗം എളിമയെയും ഏറ്റവും എളിമയുള്ള സാഹചര്യങ്ങളിൽ ലോകത്തിലേക്ക് ദൈവം വരുന്നതിനെയും പ്രതീകപ്പെടുത്തുന്നു. രാത്രി സ്വർഗീയ അത്ഭുതത്താൽ നിറഞ്ഞിരുന്നു. രക്ഷകൻ്റെ ജനനത്തെക്കുറിച്ച് ദൂതന്മാർ വയലുകളിൽ ഇടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് പ്രഖ്യാപിച്ചു. ദാവീദിൻ്റെ പട്ടണത്തിൽ ഇന്ന് നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അവൻ കർത്താവായ ക്രിസ്തു. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം. ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്തതുകൊണ്ട് ഇടയന്മാർ നവജാത ശിശുവിനെ കാണുവാൻ തിടുക്കപ്പെട്ടു. അതേസമയം ഒരു നക്ഷത്രത്തിൻ്റെ വഴികാട്ടിയായി കിഴക്ക് നിന്നുള്ള ജ്ഞാനികൾ നവജാതനായ രാജാവിനെ അന്വേഷിച്ച് യെരുശലേമിലേക്ക് യാത്രയായി. യേശുവിനെ മിശിഹായായി അംഗീകരിച്ചുകൊണ്ട് അവർ സ്വർണം, കുന്തിരിക്കം, മൂർ എന്നിവ സമ്മാനമായി കൊണ്ടുവന്നു. മത്തായി സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെ. ലൂക്കോസിൻ്റെയും മത്തായിയുടെയും സുവിശേഷങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ കഥ ദൈവത്തിൻ്റെ ദിവ്യരക്ഷാ പദ്ധതിയുടെ ഒരു തെളിവാണ്. അത് ഒരു പുൽത്തൊട്ടിയിൽ നിശബ്ദമായി വികസിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ നിത്യതയിൽ പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുന്നു.